ഇത് പ്രണയത്തെക്കുറിച്ചും നഷ്ടപ്പെടലിനെക്കുറിച്ചും ഉള്ള കഥയാണ്. ഞാൻ വളരെ ഭാഗ്യവാനാണ്. കാരണം എൻ്റെ പാഷൻ എന്താണെന്ന് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ആ നിലയിൽ ഞാൻ ഏറെ ഭാഗ്യവാനാണ്. എൻ്റെ സുഹൃത്തും ഞാനും കൂടി വീട്ടിലെ ഗ്യാരേജിൽ ആപ്പിൾ തുടങ്ങി. അന്നെനിക്ക് 20 വയസ്സാണ് പ്രായം. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായി വെറും 10 വർഷം കൊണ്ട് ആപ്പിൾ വളർന്നു വലുതായി 2 പേരിൽ നിന്നും 4000 പേരുള്ള ഒരു $1 ബില്യൺ കമ്പനിയായി മാറി. എനിക്ക് വെറും 30 വയസ്സ് പ്രായം. 1 വർഷം മുമ്പാണ് ഞങ്ങൾ മക്കിന്തോഷ് എന്ന അത്ഭുതത്തിനെ ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതും കയ്യടി നേടിയതും. അങ്ങനെ ജീവിതം വളരെ സന്തോഷകരമായി വിജയകരമായി മുന്നോട്ടു പോകുമ്പോഴാണ് പെട്ടെന്നത് സംഭവിച്ചത്. എന്നെ പിരിച്ചുവിട്ടു. ഐ ഗോട്ട് ഫയർഡ്. ഞാൻ പടുത്തുയർത്തിയ എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നും ഞാൻ പുറത്തായി. അതെങ്ങനെ സംഭവിക്കും? എന്നാൽ സംഭവിച്ചു. ആപ്പിൾ വളർന്നപ്പോൾ ഞങ്ങൾ പുതിയൊരാളെ ഹയർ ചെയ്തു, ജോലിക്കെടുത്തു. എന്നോടൊപ്പം ആപ്പിളിനെ നയിക്കാൻ വളരെ സമർത്ഥനായ ഒരു വ്യക്തിയെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തു. ആദ്യത്തെ 1 വർഷം കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങളുടെ ഐഡിയാസ് തമ്മിൽ ഭയങ്കരമായ ക്ലാഷ് വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് അദ്ദേഹത്തിനും അദ്ദേഹം പറയുന്നത് എനിക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ ഞങ്ങളിൽ ഒരാൾ മതി ഇനി ആപ്പിളിൽ എന്ന നിലയിലേക്കെത്തി കാര്യങ്ങൾ. ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അദ്ദേഹത്തിനൊപ്പം ചേർന്നു. അതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ പുറത്തായി. വെറും 30ാമത്തെ വയസ്സിൽ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ സ്ഥാപനത്തിൽ നിന്നും പുറത്തായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതെനിക്ക് നഷ്ടമായി. ഈ കാര്യം ഇനി അറിയാത്തവരായി ആരും തന്നെ ഇല്ലാതാനും. മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. കോംപ്രമൈസിന് ശ്രമിച്ചു, പക്ഷെ അതും ശരിയായില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നുപോലും ആലോചിച്ചു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും ഒരു കാര്യത്തിനു മാത്രം മാറ്റമുണ്ടായിട്ടില്ല. എൻ്റെ ജോലിയോടുള്ള ഇഷ്ടം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തോടുള്ള എൻ്റെ ഇഷ്ടം, അത് ഇപ്പോഴും അതേ അളവിൽ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ആപ്പിൾ തന്നെ വേണമെന്നില്ല എന്ന ബോധം എനിക്കുണ്ടായി. ആ നിമിഷം ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഒരു പുതിയ തുടക്കം, വിജയത്തിൻ്റെ വലിയ ഭാരങ്ങളില്ലാത്ത ഒരു ചെറിയ പുതിയ തുടക്കം. ആ കാലയളവിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ക്രിയാത്മകമായ പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുള്ളത്. അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് പുതിയൊരു കമ്പനി തുടങ്ങി. പിന്നീട് ഒരു കമ്പനി കൂടി തുടങ്ങി. അതിൻ്റെ പേരാണ് പിക്സാർ. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആനിമേഷൻ സ്റ്റുഡിയോയും ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായ ടോയ് സ്റ്റോറിയുടെ ക്രിയേറ്റേഴ്സുമായ പിക്സാർ. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ നെക്സ്റ്റ് എന്ന കമ്പനിയെ ആപ്പിൾ ഏറ്റെടുത്തു. ഞാൻ അങ്ങനെ ആപ്പിളിൽ തിരിച്ചെത്തി. നെക്സ്റ്റിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് പിന്നീട് ആപ്പിളിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. ആപ്പിളിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. പുറത്താക്കപ്പെട്ട നാളുകൾ ഏറെ വേദനാജനകമായിരുന്നു. വളരെ കയ്പേറിയ ഒരു മരുന്നായിരുന്നു അത്. എന്നാൽ ഏറെ ഫലപ്രദമായതും. എന്നിലെ രോഗിക്ക് അത് വളരെ ആവശ്യമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആപ്പിളിൽ നിന്നും പുറത്തായത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു നല്ല കാര്യമായാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തീർച്ചയായും ഇത്തരം നിമിഷങ്ങൾ ഉണ്ടാവും. കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം കൺമുന്നിൽ ഇല്ലാതാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. വലിയ തോൽവികൾ നേരിടേണ്ടി വന്നേക്കാം. ഏത് കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളിലുള്ള നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയോടുള്ള എൻ്റെ പ്രണയം അത്ര തീവ്രമായിരുന്നു. അതാണ് തോറ്റുപോയി എന്ന് തോന്നിയ ഇടത്തു നിന്നും എന്നെ കൈപിടിച്ചുയർത്തിയത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നമ്മുടെ ആയുസ്സിൻ്റെ വലിയ ഒരു പങ്കും നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന മേഖല നമുക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലയായിരിക്കണം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ജോലിയായി നമുക്ക് തോന്നുകയേയില്ല.
രാവും പകലും അതിനുവേണ്ടി അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാവും. ചെയ്യുന്ന ജോലിയൊന്ന്, താല്പര്യം മറ്റൊന്ന്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഫോക്കസ് നഷ്ടമാവും, വെറുതെ ടൈമും നഷ്ടമാവും. 1983 എന്ന മലയാള സിനിമയിൽ ബ്യൂട്ടീഷ്യൻ പറഞ്ഞ പോലെ നമ്മുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ പറ്റാതെ വരും. ഇത് സ്റ്റീവ് ജോബ്സ് പറഞ്ഞതല്ല, ഞാൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ബാക്ക് ടു സ്റ്റീവ് ജോബ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണെന്ന് കണ്ടെത്തണം. ഇനിയും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, അതിനെ കണ്ടെത്തുന്നത് വരെ. നിങ്ങളത് കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും യെസ്, ദിസ് ഇസ് ഇറ്റ് എന്ന്. സ്റ്റീവ് ജോബ്സിന്റെ തന്നെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിങ്ങനെ പറയാം: Your work is going to fill a large part of your life, and the only way to be truly satisfied is to do what you believe is great work. And the only way to do great work is to love what you do. I'm convinced that the only thing that kept me going was that I loved what I did. You've got to find what you love, and that is as true for work as it is for your lovers. Your work is going to fill a large part of your life, and the only way to be truly satisfied is to do what you believe is great work. And the only way to do great work is to love what you do. If you haven't found it yet, keep looking, and don't settle. As with all matters of the heart, you'll know when you find it. And like any great relationship, it just gets better and better as the years roll on. So keep looking, don't settle.